നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ അവധി ദിന ഞായറാഴ്ചകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക മാംസക്കച്ചവട ആചാരമുണ്ട്. വഴിയോരങ്ങളിലെ ഇറച്ചിവെട്ട് വിൽപ്പന. റോഡിന്റെ വശങ്ങളിലായി മഴയേറ്റും വെയിൽ കൊണ്ടും തെരുവ് ശാനന്മാർ മുള്ളിയും നിലകൊള്ളുന്ന ഒന്നോ രണ്ടോ ഉരുളൻ തടിക്കഷ്ണങ്ങൾക്ക് മുകളിൽ വെച്ച് ചുറ്റും കൂടി നിൽക്കുന്ന മാംസഭോജന പ്രിയർക്കായി ഉരുണ്ട മസിലുകൾ കൂടുതൽ പെരുപ്പിച്ച് തിളങ്ങുന്ന കത്തികൾ തലങ്ങും വിലങ്ങും വീശിയും വെട്ടിയും ഈ ചങ്ങാതിമാർ പോത്തിന്റെ തല നാട്ടാരെ കാണിച്ച് വെട്ടിക്കൂട്ടുന്നത് പലപ്പോഴും ചത്ത പശുവും അസുഖം ബാധിച്ച കാളയുമൊക്കെയാണെന്നറിയാതെ ഹായ് ബീഫ്, ഫ്രഷ് പോത്തിറച്ചി എന്ന ആവേശ മുദ്രാവാക്യങ്ങൾ വിളിച്ച് കച്ചവടക്കാർ ചോദിക്കുന്ന വില നൽകി വീട്ടിലെ കറിച്ചട്ടികളിലും ഭോജനശാലകളിലെ വൻ ഉരുളികളിലും എത്തിച്ച് കറിച്ചും പൊരിച്ചും തിന്നും തീറ്റിയും മുന്നേറുന്നതിന് ഇനിയൊരു അറുതി വരണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ വിഷമാംസം കഴിച്ച് ജീവൻ വെടിയണം. അപ്പോൾ ബോധം വെച്ചുണരും നമ്മുടെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ്. ആരോഗ്യ സുരക്ഷാ വകുപ്പുമൊക്കെ പിന്നെ അങ്ങോട്ട് ഓട്ടമായി, ചാട്ടമായി, റെയ്ഡായി, പൂട്ടിക്കലായി, മൊത്തത്തിൽ അങ്കക്കലി തന്നെ. 3 അടി പൊക്കത്തിലെ 2 തടിക്കഷ്ണങ്ങളും ഒരു വെട്ടുകത്തിയും ഉണ്ടെങ്കിൽ ഏത് ശവപ്പറമ്പിലും ഭക്ഷ്യമാംസം വെട്ടാവുന്ന ഒരേയൊരിടം നമ്മുടെ നമ്പർ 1 പ്രബുദ്ധ കേരളമായിരിക്കും. ലൈസൻസ് വേണ്ട, ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണ്ട, വെറ്റിനറി ഡോക്ടറുടെ സീലുമൊപ്പും ആവശ്യമേയില്ല. ഇതൊക്കെ വേണമെന്നത് നിയമം, അത് നമ്മൾ പാലിക്കാറില്ലല്ലോ. നാവ് തള്ളി കൊതിയോടിരിക്കുന്ന 4 നായ്ക്കളും നിരോധിത പ്ലാസ്റ്റിക് കവറുകളിൽ മാംസം ശേഖരിക്കാൻ തിടുക്കം കാട്ടുന്ന ബീഫ് പ്രേമികളും കാള, പശു, പട്ടി, പന്നി എന്നീ വകഭേദങ്ങൾ അറിയാത്ത രീതിയിൽ വെട്ടിത്തൂക്കിയ മാംസതോരണങ്ങളും മലയാള ഭക്ഷണ സംസ്കാരത്തിന്റെ മൃഗീയ വൈകൃത മുഖമായി മാറുമ്പോൾ നാടിന്റെ നാണക്കേടായ ഇത്തരം നിയമലംഘനങ്ങളെ അടപടലം പൂട്ടിക്കേണ്ട ഏമാന്മാരും അറവുശാലയിലെത്തി എന്റെ കീശയിലേക്കൊരു നോട്ടും കീസിലേക്കൊരു കെട്ടും എന്ന് പറയുമ്പോൾ നമ്മക്കൊന്നും പറയാനില്ലേ? ന്യൂസ് ഡെസ്ക്, ചാനൽ 91.